So, hi guys, welcome back to my channel LIJUTECHZZz. So, ഇന്ന് ഞാൻ ഒരു സൈക്കിളിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഏത് സൈക്കിളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 91 കമ്പനീൻ്റെ മെറാക്കി പറഞ്ഞ സൈക്കിളാണ്. സോ ഗൈസ് അപ്പോൾ ഞാൻ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞുതരാം. സോ ഗൈസ് അപ്പോൾ ഇതിൻ്റെ മോട്ടർ വന്നിട്ട് 250 വാട്ടിൻ്റെ ഒരു ഹബ് മോട്ടറാണ് വരുന്നത്. സോ ഗൈസ് അപ്പോൾ പിന്നെ ഇതിൻ്റെ വെയിറ്റ് വെച്ച് കഴിഞ്ഞാൽ 22 കിലോ ആണ് ഇത് വരുന്നത്. സോ ഗൈസ് അപ്പോൾ ഇതിൻ്റെ ബാറ്ററി വന്നിട്ട് ഈ ഒരു ഫ്രെയിമിൻ്റെ അകത്തായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ബാറ്ററി വന്നിട്ട് പാനസോണിക്കിൻ്റെ 6.36 പറയുന്ന ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഈ ഒരു സൈക്കിളിൻ്റെ ചാർജിങ് ടൈം വന്നിട്ട് 4 മണിക്കൂറാണ്. പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 27.5 × 2.1 ആണ് ഇതിൻ്റെ ടയറിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ നമുക്കൊരു 160 mm ഡിസ്ക് ബ്രേക്ക് ഇവിടെ വരുന്നുണ്ട്. സോ ഗൈസ് അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 100 കിലോ വരെയാണ് ഈ ഒരു മോട്ടർ എടുക്കുക. സോ ഗൈസ് അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് IP66 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേയിൽ വരികയാണെങ്കിൽ പവർ ഉണ്ട്, പിന്നെ ഈ ഗിയർ ഉണ്ട്, പിന്നെ പ്ലസും മൈനസ്, അതായത് ഗിയറും അപ്പും ഡൗണും ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ പവർ ബട്ടൺ. ഇതൊക്കെയാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത്. സോ ഗൈസ് അപ്പോൾ ഇതിൽ 3 മോഡാണ് വരുന്നത്, അതായത് പെഡൽ അസിസ്റ്റൻറ്റ്, പിന്നെ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കാം, പിന്നെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ പറഞ്ഞൊരു ഇതും കൂടിയുണ്ട്. അപ്പോൾ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ പറയാം. ക്രൂയിസ് കൺട്രോൾ എന്തിനാണ്, നമ്മൾ ബൈക്കിലെ പോലെ ക്രൂയിസ് കൺട്രോൾ അല്ല ഈ ഒരു സൈക്കിളിൽ. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. പിന്നെ പറയുകയാണെങ്കിൽ ഇത് ലൈഫ് ടൈം വാറൻറ്റി ഓൺ ഫ്രെയിം, അതായത് നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ ലൈഫ് ടൈം വാറൻറ്റിയാണ് ഈ ഒരു ഫ്രെയിം നമുക്ക് ലഭിക്കുന്നത്. സോ ഗൈസ് ഇപ്പോൾ കല്ലേക്കുളങ്ങരയിലെ കൈപ്പത്തി അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു കയറ്റമാണിത്. അപ്പോൾ ഇത് നല്ല സിമ്പിളായിട്ട് കയറിപ്പോകുന്നുണ്ട്. സോ ഗൈസ് പിന്നെ ഇതിൽ ബ്രേക്ക് സിസ്റ്റം പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ വണ്ടി ഇങ്ങനെ എടുക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പോവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രേക്ക് സിസ്റ്റം. അതായത് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ ഞാൻ ബ്രേക്ക് വിട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വണ്ടി ഇങ്ങനെ എടുക്കുന്നത് കാണാം. അപ്പോൾ ഇനി ഞാൻ ബ്രേക്ക് ചെറുതായി പിടിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് പോവില്ല. അതാണ് നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റം. അപ്പോൾ ക്രൂയിസ് കൺട്രോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും ടയർ പഞ്ചറാവുക, ടയറിൻ്റെ കാറ്റ് പോവുക, അങ്ങനെ വല്ലതും ആയിക്കഴിഞ്ഞാൽ ഇത് ഒരു 22 കിലോ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉരുട്ടി കൊണ്ടെത്തിക്കാൻ തന്നെ സാധിക്കില്ല. അതായത് ഒരു കഷ്ടപ്പാടുണ്ടാവും. അപ്പോൾ നമ്മൾ നേരെ ചാവി ഓൺ ചെയ്യുക. ചാവി ഓൺ ചെയ്തിട്ട് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യുക. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുവാണ്. ഇനി നമുക്ക് ഈ ഒരു മൈനസ് ബട്ടൺ അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ബ്ലിങ്ക് ചെയ്യാനായിട്ട് കാണാം. അപ്പോൾ നമുക്കിവിടെ സൈക്കിള് ചെറുതായിട്ട് കറങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഉരുട്ടിയിട്ടൊക്കെ പോകുമ്പോൾ നമുക്കൊരു മോട്ടർ തന്നെ ഒരു പുഷ് തരും. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൂയിസ് കൺട്രോൾ. സോ ഗൈസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്റർ. അപ്പോൾ ഇതൊരു ലിത്തിയം അയണിൻ്റെ ഒരു ബാറ്ററി ചാർജറാണ്. പിന്നെ ഇതിൻ്റെ ഇൻപുട്ട് വന്നിട്ട് 200 to 240 വോൾട്ടാണ്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നിട്ട് 42 വോൾട്ടാണ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ ടാഗ് അടിച്ച് പൊട്ടിച്ചിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഞാൻ ഈ വീഡിയോ ഇടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. പിന്നെ കമൻറ്റും കൂടി ചെയ്യണം. നല്ല വീഡിയോ വീണ്ടും കാണാം. സീ സോൺ. ബൈ.